പ്രകൃതിയുടെ 3 ഗുണങ്ങളെക്കുറിച്ച് ധന്യമീ ജീവിതത്തിൽ മുൻപും പറഞ്ഞിട്ടുണ്ട്. പറഞ്ഞ കാര്യങ്ങൾ വേറെ ആംഗിളിൽ പിന്നെയും പറയാറുണ്ട്. കാരണം നമുക്ക് ബേസിക് ആയിട്ട് കുറച്ച് കാര്യങ്ങളാണുള്ളത്. അപ്പൊ ഒരു തവണ പറഞ്ഞത് മറ്റൊരു ആംഗിളിൽ തിരിച്ചൊന്ന് പറയുമല്ലോ. സത്വരജ തമോ ഗുണങ്ങളാണ് പ്രകൃതിയുടെ അടിസ്ഥാനം. ഏതൊന്നിനും സത്വഗുണമുണ്ട്, രജോ ഗുണമുണ്ട്, തമോ ഗുണമുണ്ട്. ഏതൊരു കാര്യത്തിലും 3 ആവശ്യം ആണ്. 3 ഇല്ലാതില്ല. സത്വഗുണങ്ങൾ മാത്രമായിട്ട് ഈ ഭൂമിയിലൊന്നുമില്ല. കെട്ടിടം പണിയുമ്പോൾ നമ്മൾ ആദ്യം സിമെന്റ് വാങ്ങുമല്ലോ, കോൺക്രീറ്റ് പണിക്ക്. സിമെന്റ് ഇല്ലാതെ പണി നടക്കില്ല. സിമെന്റ് കൊണ്ട് മാത്രം എവിടെയെങ്കിലും കെട്ടിടം വെക്കാൻ പറ്റുമോ? സിമെന്റ് മാത്രം. മെറ്റല് വേണ്ടി വരും. സിമെന്റും മെറ്റലും മണലും വേണ്ടി വരും. തൽക്കാലം മണലിനെ തമോ ഗുണം എന്ന് പറയാ, രജോ ഗുണം മെറ്റല്, സിമെന്റ് സത്വഗുണം. നമ്മൾ പറഞ്ഞാൽ 3 കൂടി ചേർന്ന കെട്ടിടം വെക്കാൻ പറ്റും. പക്ഷെ ആദ്യം നമ്മൾ അന്വേഷിക്കുന്നത് സിമെന്റ് കിട്ടാത്ത കാലത്ത് വളരെ ബുദ്ധിമുട്ടിയിട്ടൊക്കെ ഇവിടുന്ന് സിമെന്റ് ചാക്ക് എത്തിക്കലാണ്. കാര്യം മണൽ ഇവിടുത്തെ പുഴയെന്ന് എടുക്കാമല്ലോ എന്നൊക്കെ വിചാരിച്ചു. അപ്പൊ 3നും പ്രാധാന്യമുണ്ടെങ്കിലും ആയുർവേദത്തിൽ ഇതിനെ ഒന്നങ്ങോട്ട് ചുരുക്കി വാദം പിത്തം കഫാക്കി. പ്രാധാന്യമുണ്ടെങ്കിലും സുഖം എന്ന് പറയുന്നത് സത്വഗുണമാണ്. ഇന്ന് ധന്യമീ ദിനത്തിൽ കേന്ദ്രീകരിച്ച് പറയുന്ന വിഷയം സുഖം എന്നത് സത്വഗുണം. സുഖമായിട്ടാണ് ഇപ്പോ ഇവിടെ ഇരുന്ന് സംസാരിക്കുന്നത് എങ്കിൽ രാവിലെ കഴിച്ച വസ്തുക്കള് സാത്വികമായ വസ്തുക്കളായിരിക്കും. സൂര്യന് താഴെയുള്ള സകല ജീവിയെയും കൊന്നുകഴിഞ്ഞ ഒരു ജീവിയെ ബാക്കി ഉണ്ടായിരുന്നു, അതിനെയും കിട്ടിയപ്പോ കൊന്നു തിന്നതായിട്ട് ഒരാൾ വിസ്തരിച്ചു. നിത്യജീവിതത്തിൽ ഇങ്ങനെയൊക്കെ വിസ്തരിക്കുന്നവർ ഞാൻ പറഞ്ഞ് കേൾക്കുകയുള്ളൂ. ഞാൻ അങ്ങോട്ടൊന്നും പറയില്ല. ഇപ്പൊ ആൾക്ക് എന്നും സുഖം ഉണ്ടാവുമോ? ഇപ്പൊ വയറിന് അസുഖം വരില്ലേ? അതേമാതിരി കാണുന്നവരൊക്കെ മേക്കെട്ട് കയറുന്നവരില്ലേ? ഒരു വരി ഇങ്ങോട്ട് പറഞ്ഞാൽ ഉടനെ 2 വരി അങ്ങോട്ട് പറയില്ല. പുറത്തേക്ക് ഇറങ്ങുമ്പോ ഓഹോ മഴ പെയ്തൂല്ലേ. അപ്പൊ ഉടനെ കേട്ട ആള് അത് നിങ്ങൾക്ക് അറിഞ്ഞൂടെ, കർക്കിടക മാസത്തിൽ മഴ ഉണ്ടാവില്ലേ, കുറെ ചീത്താറുണ്ടോ വല്ല കാര്യമുള്ളൂ, മഴ പെയ്തൂല്ലേ എന്നൊരാള് പറഞ്ഞിട്ടുള്ളൂ. ഇങ്ങനെ സുഖമായിട്ട് കഴിഞ്ഞ് പരമാവധി സാത്വിക ഭാവത്തെ നമ്മൾ സ്വീകരിക്കണം. ഊണിലും ഉറക്കത്തിലും ഒരു ജീവിയെ ഉപദ്രവിക്കില്ല എന്നുള്ള തോന്നൽ ജീവിക്ക് വന്നാൽ ആ ജീവി ഇങ്ങോട്ടൊന്നും ചെയ്യില്ല. അതിനറിയാം അതിനെ ഉപദ്രവിക്കാൻ പരിപാടി ഇല്ല. സത്വഗുണം സുഖം ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ രജോ ഗുണമാണ് ദുഃഖം ഉണ്ടാക്കുന്നത്. ഞാൻ ആരാ മോൻ എന്നൊരു അഹങ്കാരം അങ്ങോട്ട് വരും. ഇല്ല എന്ന് പറഞ്ഞവർക്ക് അഹങ്കാരമൊക്കെ ഉണ്ട്. അവര് പറയാം എനിക്ക് അങ്ങനെ അഹങ്കാരമൊന്നുമില്ല.
ഇപ്പൊ പുതിയൊരു പ്രയോഗമുണ്ട്. ഇന്നത് നമ്മുടെ സ്വകാര്യ അഹങ്കാരമാണ്. താങ്കൾ ഞങ്ങളുടെയൊക്കെ സ്വകാര്യ അഹങ്കാരമാണ്. അകത്തിന് ആകാരം ഉണ്ടാവാനുള്ള അഹങ്കാരം. ഞാൻ ചെയ്യുന്നു എന്നുള്ള രജോ ഗുണം വന്നാൽ അതിന്റെ പേരാ ദുഃഖം. ചേർന്നൊക്കെ പിരിഞ്ഞു, പിരിയും സത്വഗുണം. പിന്നെ ദുഃഖം ഉണ്ടായതോ? പക്ഷെ എന്റെ കാര്യത്തിൽ അത് ബാധകമെന്ന് ഞാൻ വിചാരിച്ചില്ല. ദുഃഖമുണ്ടായിട്ടുണ്ടോ? രജോ ഗുണാണ് അതിന്റെ പിന്നില് കാര്യം. ഞാനൊരു കാര്യം ചെയ്തു, ഞാനൊരു കർമ്മം ചെയ്തു, ഞാൻ എന്തൊക്കെ ചെയ്തിട്ടുണ്ട് എന്നറിയോ? ഇതാ രജോ ഗുണം. തമോ ഗുണവും വേണം. ധാരാളം മോഹങ്ങൾ ഉണ്ടാക്കുന്നതും ആഗ്രഹങ്ങൾ ഉണ്ടാക്കുന്നതും തമോ ഗുണം. നിസ്സാരക്കാരനല്ല. ധാരാളം ആഗ്രഹങ്ങൾ. കുറച്ചൊരാഗ്രഹം ഉണ്ടാവുന്നുണ്ട്. വലിയ സൂക്കടയ്ക്കാണ്, ഓപ്പറേഷൻ വേണ്ടി വരും, മരുന്ന് കഴിക്കേണ്ടി വരില്ലേ എന്നൊക്കെ പറഞ്ഞ് എന്റെ അടുത്ത് വന്നൊരു സ്ത്രീയോട് ഞാൻ ചോദിച്ചു, എന്താ ജീവിച്ചിരിക്കണമെന്ന് മോഹമില്ലേ? അനവധി മരണങ്ങൾ ഞാൻ കണ്ടതാണ്. എന്റെ മുമ്പിലൂടെ അനവധി പേര് മരിച്ചു, അച്ഛൻ മരിച്ചു, അമ്മ മരിച്ചു, സഹോദരങ്ങൾ മരിച്ചു. മരിക്കണം എന്നാണോ ആഗ്രഹം? മരിക്കണം എന്ന ആഗ്രഹം ഉണ്ടോ? ഇല്ല. രോഗം മാറണം എന്നല്ലേ ആഗ്രഹം? അതെ. ഒരു മോഹം ഉള്ളിലേക്ക് കൊണ്ടുവരും. അപ്പൊ കുറച്ച് തമോ ഗുണം ഇഞ്ചക്ട് ചെയ്യണം. കുറച്ച് ജീവിച്ചിരുന്നിട്ട് എനിക്ക് ഇന്ന കാര്യം സാധിക്കണം എന്നൊരു മോഹത്തെ ക്രിയേറ്റ് ചെയ്യും. തമോ ഗുണം എന്ന് പറഞ്ഞാൽ ലജ്ജ, ആലസ്യം എന്നിവ മാത്രമല്ല, മോഹങ്ങൾ ഉണ്ടാക്കി തരുന്നതും ആഗ്രഹങ്ങളെ ഉണ്ടാക്കുന്നതും തമോ ഗുണം. അപ്പൊ സാധാരണഗതിയിൽ സുഖങ്ങളെ നമ്മൾ വിഷയസുഖങ്ങൾ എന്ന് പറയാറുണ്ട്. ആ സുഖങ്ങൾ അനുഭവിക്കുന്നതിന്റെ പേരിൽ ഏതെങ്കിലും ഒരു വിഷയം ആയിട്ട് ബന്ധപ്പെട്ട്, എന്തെങ്കിലും ഒരു വിഷയം ആയിട്ട് ബന്ധപ്പെട്ടതാണ് സുഖം. എന്നാൽ അവസാനം പറഞ്ഞു വരുന്ന കാര്യം അതിലേക്ക് ഫോക്കസ് ചെയ്യണമെങ്കിൽ ഇത്രയും ബാക്ക്ഗ്രൗണ്ട് പറയണം. മഹാവിഷയ സുഖം എന്നൊരു കാര്യമുണ്ട്. പലരും അതേക്കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടാവില്ല. മഹാവിഷയ സുഖം എന്ന് പറയുമ്പോൾ യഥാർത്ഥത്തിൽ അവിടെ വിഷയം എന്നുള്ള വാക്കേ വരുന്നില്ല. ഒരു വിഷയവും ഇല്ലാതെ സന്തോഷിക്കണം, സുഖിക്കണം. അതിന് ശ്രേഷ്ഠമായ കാര്യങ്ങൾ ചെയ്യണം. ഞാൻ ശ്രേഷ്ഠമായ കാര്യങ്ങൾ ചെയ്തു എന്നും വിളിച്ചു പറഞ്ഞുകൊണ്ട് നടക്കണ്ട. അതിന്റെ പിന്നിലും ആ മഹാവിഷയ സുഖം എന്ന് പറയുന്നതിന്റെ ഒരു ഭാഗമാണ് നല്ല ക്ലാസിക്കൽ കൃതികൾ, നല്ല ലിറ്ററേച്ചർ. നല്ല ലിറ്ററേച്ചർ എന്ന് പറഞ്ഞു വായ തോന്നിയതൊക്കെ എഴുതി വെച്ചിട്ട് തോന്നിയാസം, അധികം തോന്നിയാസമാണ് എഴുതി വെക്കുക. മനുഷ്യനെ എവിടെയും കൊണ്ടേ എത്തിക്കാത്ത സംഗതികൾ ഇഷ്ടംപോലെ വായിക്കാനായിട്ട് കിട്ടും. അതിനൊന്നും കുറ്റം പറയണ്ട, പരിഹസിക്കണ്ട. അതിനൊക്കെ ദീർഘായുസ് ഒരിക്കലും ഉണ്ടാവുകയില്ല. ചില കലാസൃഷ്ടികൾ പുറത്തേക്കിറങ്ങും. അതിനപ്പുറത്തെ ഒരു പ്രാധാന്യം ചോദിച്ചാൽ അതിനൊരു പ്രാധാന്യമില്ല. അതിനെക്കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യേണ്ട കാര്യം പോലും ഇല്ല. വളരെ ആയുസ് കുറവായിരിക്കും അതിനൊക്കെ. ലിറ്ററേച്ചറിന്റെ ഉയർന്ന മണ്ഡലം ക്ലാസിക്കുകളിൽ പറഞ്ഞ വളരെ വലിയ കാര്യങ്ങൾ.
അതിനെയൊക്കെ മലിനപ്പെടുത്തിയ രീതിയിലൊക്കെ വായിക്കും. എന്റെ വക കയ്യിൽ നിന്നിട്ടാണ് ഞാൻ എന്നൊക്കെ പറഞ്ഞ ഓരോരുത്തർ രീതിയൊക്കെ ഉണ്ടാവും. പക്ഷെ യോഗവാസിഷ്ടന്മാരുടെ കൃതികൾ ഉന്നതമായ ചിന്തയിലേക്ക് ഉയരാനുള്ളതാണ് ഈ മനസ്സ്. മഹാവിഷയ സുഖം അനുഭവിക്കാനാണ് നമുക്ക് മനസ്സ് തന്നിരിക്കുന്നത്. അതിന് ഈ തരം താണ ജീവിതത്തിലേക്ക് പോകരുത്. സത്വഗുണം സുഖം തരും, രജോ ഗുണം ദുഃഖം തരും. ദുഃഖമുണ്ടെങ്കിലേ സുഖം അറിയുള്ളൂ. രജോ ഗുണം കുറച്ചുണ്ടാവും. തമോ ഗുണമാണ് നമുക്ക് മോഹങ്ങൾ ഉണ്ടാക്കുന്നത്. പക്ഷേ മനുഷ്യജന്മം കിട്ടിയാൽ അതൊരു വലിയൊരു കാര്യമാണല്ലോ കിട്ടിയത്. ആ മനുഷ്യജന്മം കിട്ടിയാൽ നമ്മൾ എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ ഈ മഹാവിഷയ സുഖത്തെക്കുറിച്ച് ചിന്തിക്കണം, മനസ്സിലാക്കണം. അവരെ കാണുമ്പോൾ, അവരുടെ ഓറ കാണുമ്പോൾ മറ്റുള്ളവർക്ക് മനസ്സിലാവും. അവരുടെ ചുറ്റുമുള്ള പ്രകാശവലയം കാണുമ്പോൾ. ചിന്തയ്ക്ക് വിട്ട് വാക്കുകൾ സംഭരിക്കുന്നു. നമസ്കാരം.